नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदाय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് ഭഗവാൻ ശങ്കരാചാര്യസ്വാമികളുടെ മംഗളാചരണമായ ഓം നമോ ബ്രഹ്മാദിഭ്യോ എന്ന വംശപരമ്പരയ്ക്കുള്ള മംഗളാചരണത്തോടു കൂടി നമ്മൾ ആരംഭിച്ചു. അതിനുശേഷം പൂർണ്ണമദഹ എന്നുള്ള ശുക്ലയജുർവേദീയ ശാന്തിപാഠം കണ്ടു. പലരും ചൊല്ലുമ്പോൾ അധഹ എന്ന് ചൊല്ലാറില്ല, പൂർണ്ണമദഹ വിസർഗ ഉച്ചരിക്കണം കേട്ടോ. എൻ്റെ ഉച്ചാരണമൊന്നും ശരിയല്ല, എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ, ശ്രദ്ധിക്കാൻ വേണ്ടി. ഓം പൂർണ്ണമദഹ പൂർണ്ണമിധം പൂർണ്ണാത് ദീർഘമുണ്ട് അവിടെ. അനുസാരം വിസർഗം പ്ലുതമില്ല, നീട്ടിച്ചൊല്ലുന്നത് അങ്ങനെയാണ്. അങ്ങനെ പൂർണ്ണമത ശാന്തിപാഠം നമ്മൾ കണ്ട്. പിന്നെ പ്രഥമകാണ്ഡത്തിലേക്ക് പോയി, മധുകാണ്ഡം. അതിൽ നമ്മൾ പറഞ്ഞു 3 ബ്രാഹ്മണം. പ്രഥമ അധ്യായം അശ്വബ്രാഹ്മണം, അശ്വവർണ്ണന ദൃഷ്ടാന്തമായിക്കൊണ്ട് വെഷ്ടി സമഷ്ടി ഉപാസന യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ തുടർച്ചയായി അഗ്നിബ്രാഹ്മണം കണ്ടു. അശ്വമേധയാഗ അനന്തരം അഗ്നിബ്രാഹ്മണ അഗ്നിയെ ഉപാസിക്കാനായി പറഞ്ഞു. നമ്മൾ ആ ദൃഷ്ടാന്തവും കണ്ടു. അതിനുശേഷം അതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. തൃതീയ ബ്രാഹ്മണത്തിൽ 28 മന്ത്രങ്ങൾ, അതിന് ഉദ്ഗീത ബ്രാഹ്മണം എന്നാണ് വിളിക്കുന്നതെന്നും പറഞ്ഞു അല്ലേ. ഉദ്ഗീതം എന്നാൽ ഓം എന്ന പ്രണവ മന്ത്രത്തിന് മറ്റൊരു പേരാണ്. നമ്മൾ ഇപ്പോൾ ഓംകാരത്തിന് പ്രണവം എന്ന് പറയില്ലേ, അല്ലെങ്കിൽ നാദബ്രഹ്മം എന്നൊക്കെ പറയാറില്ലേ. ആ വാക്കുകളൊക്കെ നമുക്ക് പരിചയമാണ്. പക്ഷെ ഉദ്ഗീതം എന്ന വാക്ക് പരിചയമല്ല. അത് ഇവിടെ സാമവേദത്തിലും പറയാറുണ്ട്, ശുക്ലയജുർവേദത്തിലും നമ്മൾ കണ്ടു. ഉദ്ഗീതം എന്നാൽ ഇത്രയേ ഉള്ളൂ, ഓംകാരത്തിൻ്റെ മറ്റൊരു പര്യായ പദം. ഉദ്ഗീത ഉപാസന എന്ന് വെച്ചാൽ എന്താണ്? ഓംകാര ഉപാസന. അതായത് ഓരോ ശബ്ദങ്ങൾ ആരംഭിക്കുന്നത് ഓംകാരത്തിൽ നിന്നാണ്. പിന്നെ ഉദ്ഗീതത്തിനെ ഇവിടെ പ്രാണനായിക്കൊണ്ട് ഉപമിച്ച് പറയുകയാണെന്ന് നമ്മൾ കണ്ടു. എല്ലാവരും ഒന്നും കൂടെ ശ്രദ്ധിക്കുക. 1 മുതൽ 7 വരെയുള്ള മന്ത്രം. പ്രഥമ ഗുണം. ഈ ചിലവർക്ക് ഈ മലയാളം അറിയാത്തവർ 1-2 പേര് പങ്കെടുക്കുന്നുണ്ട്. അതായത് സംസാരിക്കാൻ അറിയാം, എഴുതാനും അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഇംഗ്ലീഷിലൂടെ പറയാം. 1 to 7 അക്ഷരങ്ങൾ എഴുതാനും. ഇപ്പം നമ്മൾ 1 മുതൽ 7 വരെ നിന്നും അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ അവരെയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക. 1 to 7 മന്ത്രാസ് എന്താണ്? പ്രഥമ ഗുണവർണ്ണനം, അതിൻ്റെ ശുദ്ധ ഗുണത്വം. പിന്നെ 8 to 16, 8 മുതൽ 16 വരെ ധൂർനാമത്വം അല്ലേ. അടുത്തത് 17 and 18, 17 മുതൽ 18 വരെയുള്ള മന്ത്രം ഭർതൃത്വ ഗുണം അല്ലേ, അല്ലെങ്കിൽ അതിന് പോഷകത്വ ഗുണമെന്ന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. പിന്നെ 19th മന്ത്രം, 19ാമത്തെ മന്ത്രം അങ്കിരസത്വം, അങ്കിരസത്വ ഗുണം അല്ലേ. 20 മുതൽ 22 വരെ, 20 to 22, 20th മന്ത്രം മുതൽ 22nd മന്ത്രം വരെ എന്താണ്?
വേദാത്മകത്വ ഗുണം അല്ലെങ്കിൽ വേദസ്വരൂപത്വ ഗുണം. പിന്നെ 23 മുതൽ 27 വരെ, 23 മുതൽ 27 വരെ എന്താണ്? ഉദ്ഗീതത്വ ഗുണം അല്ലെങ്കിൽ ഓങ്കാര സ്വരൂപം. പിന്നെ 28th മന്ത്ര കൺക്ലൂഷൻ. 28ാമത്തെ മന്ത്ര ഉപസംഹാരം. എന്താണോ 1 മുതൽ 27 വരെ മന്ത്രങ്ങളിൽ പറഞ്ഞത് അതിൻ്റെ ഉപസംഹാരം സമ്മറൈസ് ചെയ്ത് യാജ്ഞവൽക്യ മഹർഷി 28ാമത്തെ മന്ത്രത്തിൽ പറയുന്നു. അതിനുശേഷം നിഷ്കാമമായി ഉപാസിച്ചാൽ എന്താണ് ഫലമെന്നും 28ാമത്തെ മന്ത്രത്തിൽ പറയുന്നു. എന്താണ്? നിഷ്കാമ ഉപാസനാ ഫലം ഉപാസ്യ ദേവത ഏകീഭാവ. ഉപാസ്യ ദേവതയുമായി ഏകീഭവിക്കുക. അതാണ് ഇവിടെ വരെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ഓരോ ഗുണങ്ങളും പറഞ്ഞല്ലോ. അതായത് ശുദ്ധനാണ്, മൃത്യുവിനെ അതിവർത്തിച്ചവനാണ്, വേദസ്വരൂപിയാണ്, ഇത്യാദി ഇങ്ങനെ ഓങ്കാരത്തിൻ്റെ അല്ലെ പ്രാണന്റെ ഓരോ 6 ഗുണങ്ങളും പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ അഗ്നിബ്രാഹ്മണം പഠിച്ചത് അല്ലെ അശ്വബ്രാഹ്മണം പഠിച്ചത്, അതുപോലെ തന്നെ ഇവിടെ ഉപാസിക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്മളെ സംബന്ധിച്ച് എല്ലാ ഗുണങ്ങളും ഓർത്ത് കാണാണ്ട് പഠിച്ച് ഉപാസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ 28ാമത്തെ മന്ത്രത്തിൽ യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുകയാണ്, നമ്മൾ ഓംകാരം ജപിക്കുമ്പോഴും അല്ലേ പ്രാണനുള്ളത് കൊണ്ടാണ്, എൻ്റെ ശരീരത്ത് സർവവ്യാപിയായ ചൈതന്യൻ പരമാത്മാ പ്രാണരൂപത്തിൽ വർത്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഓംകാരം ഉപാസിക്കാൻ സാധിക്കുന്നത്. നമ്മൾ വെറുതെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അങ്ങോട്ട് ഓംകാരം അങ്ങോട്ട് ജപിക്കാൻ തുടങ്ങും. അതിനു മുമ്പ് ഈ ഒരു ഭാവം കൃതാർത്ഥതയോടുകൂടി ജപിക്കാൻ വേണം. എങ്കിൽ അത് ഉപാസനയായി. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയാം. എന്ത് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ സംസാരിക്കുന്നു അല്ലേ, സംസാരിക്കുന്നത് ഈ വാഗേന്ദ്രിയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അല്ലേ, ചെവിട് കേൾക്കുന്നത് കൊണ്ടാണ്, കണ്ണ് കാണുന്നത് കൊണ്ടാണ്. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അതിനോടൊരു കൃതാർത്ഥത പറയും അല്ലേ. അത് പ്രവർത്തിക്കാതാവുമ്പോഴാണ് അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ മഹത്വബുദ്ധി വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് ഉപാസന പറഞ്ഞു തന്നത്. ആ മഹത്വബുദ്ധിയിലൂടെ നമ്മളെ എന്താണ് ഫലം നമ്മൾ കണ്ടിരുന്നു? മനോവിശാലത, എല്ലാറ്റിലും ഈശ്വരനെ കാണാനുള്ള കഴിവ് വളർത്തിയെടുക്കലാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ ലക്ഷ്യം. അപ്പം നമുക്ക് അടുത്ത ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഹരിയോം സ്വാമിനി അമ്മ, ഒരു സംശയം ചോദിക്കട്ടെ. പ്രാണഹ പഞ്ചമ ഗുണത്വം പറഞ്ഞു 20 to 22. പിന്നെ 6ാമത്തത് ഷഷ്ട ഗുണത്വം. അത് ഏതാ നമ്പർ? 23 മുതൽ 27 വരെ. ഓക്കെ ആണല്ലോ അല്ലേ? നമോ നാരായണ. അപ്പം നമ്മൾക്ക് യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എഴുതാത്തവർ ദയവായിട്ട് എഴുതുക. ഓം അസതോമാ സദ്ഗമയ. അവിടെ ഒരു കോമ ഇടുക. ഓം അസതോമാ സദ്ഗമയ എന്നെഴുതിയിട്ട് കോമ. അടുത്തത് തമസോമാ ജ്യോതിർഗമയ. അവിടെയും കോമ ഇടുക. തമസോമാ ജ്യോതിർഗമയ, അവിടെയും കോമ ഇടുക. അടുത്തത് മൃത്യോർമ അമൃതം ഗമയ. മൃത്യോർമ അമൃതം ഗമയ. ഇതി ഇതി എന്നെഴുതി ഫുൾ സ്റ്റോപ്പ്. ഇതി ഇതി എന്ന് വെച്ചാൽ അവസാനിച്ചു, ഫുൾ സ്റ്റോപ്പ്. ഇതാണ് മന്ത്രം. അതായത് അതിൻ്റെ നമ്പറും കൂടെ എഴുതിക്കോളൂ. ബൃഹദാരണ്യ ഉപനിഷത്ത്, ശുക്ലയജുർവേദിയ ബൃഹദാരണ്യ ഉപനിഷത്ത്, മധുകാണ്ഡം, പ്രഥമ അധ്യായം, തൃതീയ ബ്രാഹ്മണം. 1:1:3
ആര് ചോദിച്ചാലും ഉറക്കത്തിൽ ചോദിച്ചാലും ഇനി എല്ലാവരും പറയണം. 1, 1, 3. 1 എന്ന് വെച്ചാൽ 1-ാം കാണ്ഡം, അടുത്ത 1 പ്രഥമ അധ്യായം, 1-ാം അധ്യായം. 3 എന്ന് വെച്ചാൽ തൃതീയ ബ്രാഹ്മണം. 1, 1, 3 എന്ന് വെച്ചാൽ എന്താണ്? മധുകാണ്ഡം, പ്രഥമ അധ്യായം, തൃതീയ ബ്രാഹ്മണം അല്ലേ? എത്രയും ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ മന്ത്രം ആരാണ് ദർശിച്ചത്? സാക്ഷാൽ യാജ്ഞവൽക്യ മഹർഷി അല്ലേ? മന്ത്രദൃഷ്ടാവായ മഹാഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഞാനൊന്ന് ചൊല്ലാം. ഓം അസതോ മാ സദ്ഗമയ, ഓം അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ ഇതി, മൃത്യോർമാ അമൃതം ഗമയ ഇതി. എല്ലാവർക്കും ഇത് മനപ്പാടാണെന്നറിയാം, എങ്കിലും ഒരുമിച്ച് ഒന്നുകൂടെ ചൊല്ലാം. നമ്മൾ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്ന് തിരിച്ച് ഏറ്റു ചൊല്ലണമെന്നാണ് നിയമം. അതുകൊണ്ടാണ് കാണാണ്ടറിയാമെങ്കിലും ഒന്നുകൂടെ ഞാൻ ചൊല്ലിയത്. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഓം അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ ഇതി. നമുക്ക് ആദ്യം തന്നെ വരുന്ന സംശയമുണ്ട്, ഞാൻ ഇതുവരെ പഠിച്ചതും കണ്ടതും കേട്ടിട്ടുള്ളതിൽ ഇതി എന്നുള്ള വാക്കില്ലല്ലോ, പിന്നെ ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് അല്ലേ? നമ്മൾ വാഹനമൊക്കെ ഓൾട്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കയറ്റുന്ന പോലെ എന്തിനാണ് ഇതി? ശരിക്കുമുള്ള മന്ത്രം ഇതാണ്, മൂലമന്ത്രം അല്ലേ? ഇതെവിടെ നിന്നാണ് ഉത്ഭവം? സാക്ഷാൽ യാജ്ഞവൽക്യ മഹർഷി അല്ലെങ്കിൽ ബൃഹദാരണ്യ ഉപനിഷത്ത്. അപ്പം മൂലമന്ത്രം ഇതാണ്, മൂലം ഇതാണ്. പിന്നെ എന്തുകൊണ്ട് ഇതി എടുത്ത് കളഞ്ഞു? ഇതി എടുത്ത് കളഞ്ഞതെന്ന് വെച്ചാൽ ആരും ഇത് പഠിക്കുന്നത് ബൃഹദാരണ്യ ഉപനിഷത്തിലെത്തി, മധുകാണ്ഡത്തിലെത്തി, തൃതീയ അധ്യായത്തിലെത്തിയിട്ടൊന്നും അല്ല പഠിക്കുന്നത്. എല്ലാവരും എന്താണ്, നമ്മൾ പല മന്ത്രങ്ങളും ഫേമസ് ആയിട്ടുള്ളതുണ്ട്, അതങ്ങനെ പഠിപ്പിച്ചു വരുന്നു, നമ്മളും ആ കൂടെ ചൊല്ലുന്നു. അപ്പം ഇവിടെ എത്തി പഠിക്കുമ്പോൾ, അതായത് സാമ്പ്രദായികമായി ബൃഹദാരണ്യം വരെ എത്തി മധുകാണ്ഡത്തിലെത്തി പഠിക്കുന്നവർ ഇങ്ങനെ പഠിക്കണം. അതാണ് നമ്മുടെ പാഠ്യപദ്ധതി, അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളും അത് തന്നെ തുടരുന്നു. അപ്പോൾ 28ാമത്തെ മന്ത്രത്തിൽ 27 വരെയുള്ള പ്രാണ ഉപാസനയെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ ഫലവും പറഞ്ഞതിന് ശേഷം എന്തിനു വേണ്ടി അസതോമാ സദ്ഗമയ എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർക്കുന്നു യാജ്ഞവൽക്യ മഹർഷി? അതിന് കാരണം ഈ 27 മന്ത്രങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വേണ്ടി അല്ലേ? ശ്രദ്ധിക്കണേ, നമ്മളെ കൊണ്ട് സാധിക്കുമോ എപ്പോഴും ഓംകാരം ജപിക്കും പ്രാണനെ ഓർക്കാൻ? അല്ലെങ്കിൽ വേദം തുറക്കുമ്പോഴേ അയ്യോ വേദം ഞാൻ തുറക്കുന്നു, വേദസ്വരൂപി പ്രാണനുള്ളത് കൊണ്ടാണ് എനിക്ക് വേദപഠനം സാധിക്കുന്നത്, എപ്പോഴും ഒന്നും നമ്മൾ ഓർക്കാറില്ല, അല്ലെങ്കിൽ ഉപാസിക്കാറില്ല അല്ലേ? അല്ലെങ്കിൽ ഈ 6 ഗുണങ്ങൾ പറഞ്ഞല്ലോ, 6 പ്രാണന്റെ ഗുണങ്ങൾ ഉപാസിക്കാൻ പറഞ്ഞല്ലോ, 6ഉം ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മുടെ സാഹചര്യം അറിഞ്ഞുകൊണ്ട് നമ്മുടെ തലത്തിലേക്ക് നമ്മൾക്ക് എളുപ്പത്തിന് വേണ്ടി യാജ്ഞവൽക്യ മഹർഷി ഇറങ്ങി വന്ന് അദ്ദേഹം ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരിക. നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്കറിയാം നിങ്ങളുടെയൊക്കെ സ്ഥിതി അല്ലേ? പല 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 കാര്യങ്ങളാൽ നമ്മളെല്ലാം വ്യവഹരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഈ മന്ത്രം അദ്ദേഹം ഇവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങൾ ആരും പ്രാണ ഉപാസന ചെയ്യാൻ സാധിക്കുന്നില്ലേ, വിട്ടേര്, ഈ മന്ത്രം ജപിക്കൂ. ഈ 6 പ്രാണഗുണങ്ങളും ഉപാസിക്കുന്നതിൻ്റെ അതേ ഫലം ഈ ജപസാധനയിലൂടെ കിട്ടും. ഏത് ജപം? അസതോമാ സദ്ഗമയ എന്നുള്ള ഈ മന്ത്രജപ സാധനയിലൂടെ കിട്ടും. ഒന്നുകൂടെ പറയാം, ഈ മന്ത്രജപ സാധനയിലൂടെ ആരാണോ പ്രാണ ഉപാസന നടത്തുന്നത് അവർക്ക് കിട്ടുന്ന ഫലം ഇതിലൂടെ കിട്ടും അല്ലേ? അപ്പം എന്താണ് ഫലം? നമ്മൾ കണ്ടിരുന്നു, ഉപാസ്യ ദേവത ഏകീഭാവം, അതായത് പരമാത്മാവുമായി ഒന്നാകുവാൻ അല്ലെ ഈശ്വരനോടടുക്കുവാൻ ഈ ജപം സഹായിക്കും. അതുകൊണ്ട് ഇത് ജപിച്ചാൽ ഉത്തമം എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ് ഇവിടെ അല്ലേ?
ഇതുവരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി അതിലേക്ക് പോകാം. ഓം അസതോമ. ഇനി ഓരോ വാക്കിനും യാജ്ഞവൽക്യ മഹർഷി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഭഗവത്പാദര് ശങ്കരാചാര്യ സ്വാമികൾ ഭാഷ്യത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഭാഷ്യയാണത്. അതുകൊണ്ട് നമുക്ക് അത് തന്നെ ഫോളോ ചെയ്യാം. അർത്ഥങ്ങൾ എഴുതാം. നിങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചോളൂ. ഇവിടെ അസത് എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ എഴുതുക. അസത്, അതിൻ്റെ അർത്ഥം മിഥ്യ എന്നാണ്. നമുക്ക് എന്നിട്ട് പഠിക്കാം. ജസ്റ്റ് ആദ്യം എഴുതുക. ഇന്നലെ നമ്മൾ പറഞ്ഞതപ്പോൾ ഓർക്കാം. എന്തുകൊണ്ട് എനിക്ക് എഴുതാൻ സാധിക്കുന്നു? എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്, പ്രാണൻ അവിടെ എത്തുന്നുണ്ട്. ആ കൃതാർത്ഥതയോടുകൂടി എഴുതുക. നല്ല വൃത്തിക്ക് എഴുതണം കേട്ടോ. അസത് എന്ന് വെച്ചാൽ മിഥ്യ. രണ്ടാമത്തെ വാക്ക് തമസ്. തമസ് എന്ന് വെച്ചാൽ അജ്ഞാനം. എന്താണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ, ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട അർത്ഥം, മനനം ചെയ്യേണ്ട അർത്ഥം എന്തെന്ന് പറയുകയാണ്. അസത് എന്ന് വെച്ചാൽ മിഥ്യ. മിഥ്യ എന്താ? ഇല്ലാത്തത്. തമസ് എന്ന് വെച്ചാൽ അജ്ഞാനം. അടുത്തത് മൃത്യു. മൃത്യു മൃത്യു എന്നാൽ സംസാരം അല്ലെങ്കിൽ പുനർജന്മം. മൃത്യു എന്നാൽ നമ്മൾ മൃത്യോർമാമൃതംഗമയെന്ന് വെച്ചാൽ അയ്യോ മരണമെന്നല്ല ഇവിടെ അർത്ഥം. മൃത്യു എന്ന് വെച്ചാൽ എന്താണ്? ഈ സംസാരം അല്ലെ ഈ വീണ്ടും പുനരഭിജനനം എന്നുള്ള അർത്ഥം ഇതാണ്. അപ്പോൾ അസത്ത് എന്ന് വെച്ചാൽ എന്താണ്? മിഥ്യ. തമസ് എന്ന് വെച്ചാൽ എന്താണ്? അജ്ഞാനം. മൃത്യു എന്ന് വെച്ചാൽ എന്താണ്? സംസാരം. ഇതും ചെറിയ കുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. ഇത് നമ്മൾ ഈ ബൃഹദാരണ്യത്തിലെത്തി ഇവിടെ എത്തി ഇത് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള അർത്ഥം മാത്രമാണ് കേട്ടോ. കാരണം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വ്യാഖ്യാനിക്കുകയാണ്. എന്തിനു വേണ്ടി? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി. എഴുതിയല്ലോ. അസത്, തമസ്, മൃത്യു. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട 3 വാക്കുകൾ. ഇനി അടുത്തത് എഴുതിക്കോളൂ. അതിൻ്റെ നേരെ വിപരീതമാണ് സത്ത്. അസത്തിൻ്റെ നേരെ വിപരീതമുണ്ട് സത്ത്. സത്ത് സത്ത് എന്ന് വെച്ചാൽ പരമാത്മ. പരമാത്മാവിൻ്റെ പര്യായമാണ് സത്ത്. നമ്മൾ പഠിച്ചതാണ് തൈത്തിരീയ ഉപനിഷത്ത് ബ്രഹ്മാനന്ദവല്ലി തുടങ്ങുന്നത്. സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ അല്ലേ? അത് അവിടെ കണ്ടതാണ്. സത്ത് എന്ന് വെച്ചാൽ ഈശ്വരൻ, പരമാത്മ, ബ്രഹ്മൻ എന്നുള്ള അർത്ഥം. അടുത്തത് എന്താണ്? ജ്യോതിഹി. സത് രണ്ടാമത്തെ വാക്ക് ജ്യോതിഹി. ജ്യോതി എന്ന് വെച്ചാൽ എന്താണ്? ജ്ഞാനം അല്ലെ? അജ്ഞാനത്തിൻ്റെ നേരെ വിപരീത പദം ജ്ഞാനം. അടുത്ത വാക്ക് എന്താണ്? അമൃതം. മൃത്യുവിൻ്റെ നേരെ വിപരീതം അമൃതം. ഇവിടെ അമൃതം എന്ന് വെച്ചാൽ എന്താണ്? മോക്ഷം. അമൃതം എന്ന വാക്കിന് ഇമ്മോർട്ടൽ എന്നുള്ള അർത്ഥം, മോക്ഷം. സതെന്ന് വെച്ചാൽ സത്യം അല്ലെ? പരമാത്മ അല്ലെ? നാശരഹിത. ഇതൊക്കെ പറയാം. അടുത്തത് ജ്ഞാനം എന്ന് വെച്ചാൽ, ജ്യോതി എന്ന് വെച്ചാൽ എന്താണ്? ജ്ഞാനം. ഇനി അമൃതം എന്ന് വെച്ചാൽ മോക്ഷം. ഇനി ഈ 3 വാക്കുകളും കണ്ടല്ലോ, അസത്, തമസ്, മൃത്യു. ഇത് 3ഉം അവിടെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതിക്കോളൂ. അധോഗതി പ്രാപ്തി. നമുക്ക് പഠിക്കാം കേട്ടോ. ജസ്റ്റ് നിങ്ങൾ എഴുതുക. ആ 3 വാക്കും കൂടെ ഒരു ബ്രാക്കറ്റിൽ ഇട്ടിട്ടോ അല്ലെ ഇൻവേർട്ടർ കോമയിൽ ഇട്ടിട്ടോ അതിൽ നിന്ന് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് ഈ 3ലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ, സംസാരം, അജ്ഞാനം, മിഥ്യ ഇത്യാദി ചക്രത്തിൽ കറങ്ങുകയാണ്, നമുക്ക് എന്താണ് ഫലം? ആ ഫലമാണ് പറയുന്നത് അധോഗതി പ്രാപ്തി. അധോഗതി അറിയാമല്ലോ, തിര്യക്ക് അധോലോക പ്രാപ്തികൾ. അതായത് ദുഃഖശരീരം. അധോഗതി എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ദുഃഖശരീരപ്രാപ്തി. ദുഃഖം ദുഃഖം സർവത്ര ദുഃഖം, അതായിരിക്കും.
അതാണ് അധോഗതി പ്രാപ്തി. ഇനി മറ്റത്, ഞാൻ ജ്ഞാനത്തിലൂടെ, സത്യത്തിലൂടെ, പരമാത്മാവിലൂടെയാണ് ഞാൻ മോക്ഷത്തിലേക്കാണ് കടക്കുന്നതെങ്കിൽ എൻ്റെ ഫലം എന്തായിരിക്കും? അതിൻ്റെ നേരെ വിപരീതം, ഊർധ്വഗതി പ്രാപ്തി. ഊർധ്വഗതി പ്രാപ്തി, ഊർധ്വം അല്ലേ, നമ്മൾ പറയാമല്ലേ ഊർധ്വമൂലമതശാഖം, ആ ഊർധ്വം, ഊർധ്വഗതി പ്രാപ്തി. അപ്പോൾ ഇത് മൂന്നും ബ്രാക്കറ്റിലിട്ടിട്ട് അല്ല ഇൻവേർട്ടർ കോമയിലിട്ടിട്ട് സത് ജ്യോതി അമൃതം റഫറിങ്, അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്താണ്? ഊർധ്വഗതി പ്രാപ്തി. ഇത്രയും വാക്കുകളാണ്. ഇനി നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് പോകാം. യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, നിങ്ങൾ പ്രാണ ഉപാസന ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ മന്ത്ര ജപ സാധന ചെയ്യും. ഇവിടെ നമ്പറൊന്നും അദ്ദേഹം പറയുന്നില്ല, ഭാഷകാരൻ്റെ നമ്പറൊന്നും പറയുന്നില്ല. നമുക്ക് എത്ര ആവർത്തി ജപിക്കാൻ സാധിക്കുമോ അത്രയും ആവർത്തി ഇത് ജപിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു, നമ്മൾ വേറെ ഏതെങ്കിലും ജപസാധന ചെയ്യുന്നവരാണ് അത് തന്നെ ചെയ്യുക അല്ലേ, അത് തന്നെ തുടരുക. ഇത് പുതിയതായിട്ട് ജീവിതത്തിൽ ബൃഹദാരണ്യം എത്തിയപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് പഠിക്കാൻ പോകുന്നത്. കേട്ടിട്ടുണ്ടാകാം, എപ്പോഴെങ്കിലുമൊക്കെ ജപിക്കാറുണ്ടാകാം, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ നിങ്ങൾക്കിനി യാജ്ഞവൽക്യ മഹർഷി ആകുന്ന മഹാഗുരുവിൽ നിന്നും അദ്ദേഹം മന്ത്രദീക്ഷ തരികയാണ് നമ്മൾക്ക്. അപ്പോൾ ആ ഒരു കൃതാർത്ഥതയോടുകൂടി വേണം ഇത് സ്വീകരിക്കാനായിട്ട് അല്ലേ. സൂക്ഷ്മരൂപത്തിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്, നമ്മൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യരാണ്. അപ്പോൾ അദ്ദേഹം തരുന്ന മന്ത്രജപമാണ്. ജപിക്കാൻ സാധിക്കുന്നെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ജപിക്കാൻ ജീവിതത്തിൽ സൗകര്യം കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ ഈ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അർത്ഥത്തിലേക്ക് കടക്കാം. ഓംകാരത്തോടുകൂടി ഏത് മന്ത്രവും ആരംഭിക്കുന്നത് ഓംകാരത്തോടു കൂടി ആയതുകൊണ്ട് അദ്ദേഹവും അത് തന്നെ പിന്തുടരുന്നു. ഓം മംഗളവാചി ശബ്ദ ഓംകാര അല്ലെ, മംഗളത്തോടുകൂടി. ഞാൻ മംഗളകരമായ ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് ഉപദേശിക്കാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് മംഗളം, നിങ്ങൾ കേൾക്കുന്നതും മംഗളം എന്ന് പറഞ്ഞുകൊണ്ട് ഓംകാരത്തോടുകൂടി ആരംഭിച്ചു. അസതോമാ സദ്ഗമയ അല്ലേ, അവിടെയാണ് നമ്മൾ കോമ ഇട്ടത്. അസതോമാ സദ്ഗമയ ഒരു പദം അല്ലേ, രണ്ട് വാക്കുകൾ ചേർന്ന് ഒരു പദം. അസതോമാ സദ്ഗമയ, അതിൻ്റെ അർത്ഥം ഇവിടെ എന്താണ്? അസത്ത് എന്ന് വെച്ചാൽ നമ്മൾ കണ്ടു അല്ലേ, സത്തെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അർത്ഥം കണ്ടു. ഇനി അതിൻ്റെ വ്യഞ്ജാർത്ഥം, അത് മുഴുവനുള്ളത് കാണാം. ഇത്രയേ ഉള്ളൂ. അല്ലയോ ഭഗവാനെ, ഞാനിപ്പോൾ അസത്താകുന്ന, അസത്തിൽ നിൽക്കുകയാണ്, ദുഃഖത്തിൽ അല്ലെ മിഥ്യയിൽ, ഇല്ലാത്തതിൽ ഉണ്ടതെന്ന് വെച്ച് ഞാൻ അതിനെ കൂട്ടുപിടിച്ച് ജീവിക്കുകയാണ്. അസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ദുഃഖമാണ് ഫലം. അസത്തെന്ന് വെച്ചാൽ എന്താണ്? ഇല്ലാത്തതിനോടൊക്കെ ഉള്ള ഈ അറ്റാച്ച്മെൻറ്റ്. ഈ പ്രപഞ്ചം നശിക്കുന്നതാണ്, എൻ്റെ വീട് നശിക്കുന്നതാണ്, എൻ്റെ കുപ്പായം നശിക്കുന്നതാണ്, എന്തൊക്കെയുണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ല, അതൊക്കെ അസത്ത്. ഞാൻ നശിക്കുന്നതാണ്, സർവവും നശിക്കും. പക്ഷെ എന്നാലും എന്താണ്? അഹം മഹാ, എൻ്റെ എന്നുള്ള ഭാവം അതിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുകയാണ്, ഭഗവാനോട് പ്രാർത്ഥിക്കൂ, ഇതിൽ നിന്നും എന്നെ സത്യത്തിലേക്ക്, നശിക്കാത്ത ഈശ്വരനിലേക്ക് നയിച്ചാലും അല്ലേ. കട്ടിയൊന്നും ഇല്ലല്ലോ, പ്രയാസം ഇല്ലല്ലോ അല്ലേ, മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അസതോമാ സദ്ഗമയ, ഗമയ എന്ന് വെച്ചാൽ എന്താണ്? ഗമിച്ചാലും നയിച്ചാലും നേർവഴി കാട്ടിയാലും എന്നാണ്. തമസിൽ നിന്നും അസത്തിൽ നിന്നും എന്നെ സത്തിലേക്ക് നയിച്ചാലും എന്നുള്ള പ്രാർത്ഥനയാണ് ഈ മന്ത്രം. ഇവിടെ സത്തെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിരുന്നു പരമാത്മ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താ? അല്ലയോ ഭഗവാനെ, ഞാൻ ഇരുട്ടിൽ കിടക്കുകയാണ്, എന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചാലും. അപ്പം ആ ഒരു മനോഭാവത്തോടു കൂടി വേണം ഇത് പ്രാർത്ഥിക്കാൻ. അല്ലാണ്ട് കാണാണ്ട് പഠിച്ച് വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല അല്ലേ. എന്താണ് അർത്ഥം? ഞാൻ ഇരുട്ടിൽ തപ്പുകയാണ്, ദുഃഖിക്കുകയാണ്. അപ്പോൾ ഞാൻ പലതും പരീക്ഷിച്ചു, അപ്പോൾ അതൊക്കെ നമുക്കിവിടെ മനനം ചെയ്യാം.
പല ഇരുട്ടുകളും എനിക്ക് സുഖം തരുമെന്ന് വിചാരിച്ച് ഞാൻ പലതും പരീക്ഷിച്ചു, അല്ലേ? അതിൽ നിന്നൊന്നും എനിക്ക് തൃപ്തി കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് അതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ ഈശ്വരനിലേക്ക് അടുക്കുവാൻ ആരംഭിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് എന്നെ നേർവഴി കാട്ടിയാലും, അതാണ് ഗമയാ, ഗമിച്ചാലും. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയില്ല. ഞാൻ ഗാന്ധാരമാകുന്ന ദേശത്ത് കണ്ണുകെട്ടി ഞാൻ കടക്കുകയാണ്, കാട്ടിലകപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് വഴി അറിയില്ല. അതുകൊണ്ട് എന്നെ ഗമിച്ചാലും. അല്ല, അതൊരു അഭ്യർത്ഥനയാണ്, റിക്വസ്റ്റാണ്. അപ്പം എന്താണ് ഇത് ചോദിക്കുന്നവർ വളരെ വിരളമാണ്. സാധാരണ ആളുകൾ എന്താണ്, എനിക്ക് പശു, ധനം, ബഹുപുത്ര ലാഭം, ശതസംവത്സര ആയുസ്, ഇതൊക്കെയാണ് ആളുകൾ ചോദിക്കുക. അപ്പം ഇതൊന്നും വേണ്ട എനിക്ക്, എന്നെ ഭഗവാനിലേക്ക് നയിച്ചാൽ. അപ്പോൾ എന്താണ്, ഈശ്വരൻ നമുക്ക് വഴികാട്ടിയായി വരും. അതാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ ഗമയാ എന്നുള്ള, അത് റിക്വസ്റ്റാണ്. നയിക്കണമേ, അഭ്യർത്ഥിക്കുകയാണ് ഭഗവാനോട്. ഏതിലേക്ക്? സദ്ഗമയ, ഈശ്വരനിലേക്ക് നയിപ്പിക്കണമേ. അതാണ് അസതോമാ അസതഃ, അല്ലേ? തമഹ സദ് ഗമയ. ഇത്രയും വാക്കുകളാണ്. ഞാൻ ഇരുട്ടിൽ, അസത്തിൽ തപ്പി നടക്കുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ വിവേക ചൂടാമണിയിൽ നമ്മൾ പഠിച്ച, അല്ലേ? ഒരു കുട്ടി ദുർവാര സംസാര ധാവാഗ്നി തപ്തം, അതേ മന്ത്രം. നിങ്ങൾ സമയം കിട്ടിയ വിവേക ചൂടാമണി എടുത്ത് നോക്കുക. അത് തന്നെയാണ് അസതോമ സദ്ഗമയ. ദൂയമാനം ഹൃതവിദ്യപാരം പീഠം പ്രപന്നം പരിപാഹി മൃത്യോ ശരണ്യമന്യ യഥയെന്ന ജാനെ. ആ മന്ത്രം, അല്ലേ? അതായത് ഞാൻ ദുർവാര സംസാരത്തിൽ പെട്ടിരിക്കുകയാണ്, ദയവായി എന്നെ, ഞാൻ ഭയപ്പെട്ടു, ഭീതം പ്രപന്ന, ഞാൻ ഭയന്ന് വിറയ്ക്കുകയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഒരു കുട്ടി ഓടി വന്നില്ലേ? ഓർമ്മയെന്ന് വിചാരിക്കല് അത് തന്നെയാണ്, ആ കുട്ടിയാണ് നമ്മൾ. അത് എന്നെ രക്ഷിക്കണേ എന്നുള്ള അഭ്യർത്ഥന. നമ്മുടെ ഇവിടെ ഈ ഗമയ എന്നുള്ള വാക്കാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ എന്നെ അഹങ്കാരത്തിന് സമർപ്പിക്കുന്നവർക്ക് അഭ്യർത്ഥിക്കാൻ പറ്റും, എനിക്കത് തരണേ. നമ്മളെ ഹമ്പിളാകും, അല്ലേ? അതാക്കി മാറ്റുകയാണ് യാജ്ഞവൽക്യ മഹർഷി, അല്ലേ? നമ്മുടെ അഹങ്കാരത്തിന് അദ്ദേഹം തച്ചുടയ്ക്കുകയാണ്. എനിക്കൊന്നുമില്ല, ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അഭ്യർത്ഥിക്കുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ വിനയത്തോടു കൂടിയല്ലേ. അല്ല, നമ്മൾ വലിയ ഗർവോടുകൂടി അഭ്യർത്ഥിച്ച് ആരെങ്കിലും എന്തെങ്കിലും തരുമോ? ഇല്ല. അപ്പോൾ ഇവിടെ അഹങ്കാരനാശമാണ് ഗമയ എന്നുള്ള വാക്കുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, അല്ലേ? അടുത്ത എന്താണ്? തമസോമാ ജ്യോതിർഗമയ. തമസിൽ നിന്നും, അസത്തിൽ നിന്നും തന്നെ, അത് തന്നെ വീണ്ടും പറയുകയാണ്. ഒരേ അർത്ഥം തന്നെ, വാക്കുകൾ മാറുന്നേ ഉള്ളൂ. അവിടെയും ഗമയ, രണ്ടാമത് നമ്മളെ നമസ്കരിപ്പിക്കുകയാണ്. അപ്പം ആവർത്തിച്ച് നമസ്കരിക്കുമ്പോൾ എന്താണ്? നമ്മുടെ അഹങ്കാരം ലവലേശം പോലും ഇല്ലാണ്ടായി മാറും. അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും. അതാണ് തമസോമ, തമസിൽ നിന്നും, അല്ലെ? അവിടെയും നമ്മൾ തമസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കണ്ടു, അജ്ഞാനം. അജ്ഞാനത്തിൽ നിന്നും മാ, എന്നെ എന്താണ് ചെയ്യുന്നത്? ജ്യോതിർഗമയ, ജ്ഞാനത്തിലേക്ക് നയിച്ചാണ്. ഞാൻ അജ്ഞാനത്തിൽ കിടക്കുകയാണ്, എന്നെ ജ്ഞാനത്തിലേക്ക് നയിക്കുക. ഇവിടെ അജ്ഞാനം എന്നതുകൊണ്ട് നമുക്ക് എന്തും കൂട്ടിച്ചേർക്കാം. എന്തൊക്കെ അജ്ഞാനമാണോ എന്നോടൊപ്പം ഉള്ളത്, അല്ലേ? ഞാൻ 100 വയസ്സ് വരെ നല്ല ആരോഗ്യ ദൃഢഗാത്രനായിരിക്കും എന്നുള്ള അജ്ഞാനം, അല്ലേ? അല്ലെങ്കിൽ എനിക്കൊരു കുടിയെ കിട്ടി, ഞാൻ ഉത്തരകാശിയിലെത്തിയ പിന്നെ ഒന്നും വേണ്ട, മോക്ഷം. നമ്മൾ ഹിമാലയത്തിലാണ്, അവിടെ എത്തിയാൽ പിന്നെ മോക്ഷമെന്നുള്ള അജ്ഞാനം. വേറെ ഒന്നും ചെയ്യണ്ട, വെറുതെ ഭിക്ഷയ്ക്ക് പോവുക, ആഹാരം കഴിക്കുക, ഇരിക്കുക, സുഖമായിരിക്കുക, മോക്ഷം നമ്മളെ തേടി വരും എന്നുള്ള അജ്ഞാനം. എന്തൊക്കെയാണോ നമ്മളോടൊപ്പം ഉള്ള അജ്ഞാനം, അതൊക്കെ എന്താണ് ഇവിടെ തമസ് എന്നുള്ള വാക്കിൽ. ആ ജ്ഞാനത്തിൽപ്പെട്ട് ഞാൻ ഇരിക്കുകയാണ്. ഭഗവാനെ അത് മാറ്റി ജ്യോതി സ്വരൂപിയിലേക്ക്. ജ്യോതി എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അർത്ഥവും കണ്ടു, ജ്ഞാനത്തിലേക്ക്.
ഇവിടെ ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? പരമാത്മജ്ഞാനം, ബ്രഹ്മവിദ്യാജ്ഞാനം. അതിലേക്ക് ഗമയ, എന്നെ ദയവായി കൈപിടിച്ചു കൊണ്ടുപോയി. അപ്പം നമ്മൾ ആ കുട്ടിയുടെ ഭാവത്തിലേക്ക് വരണം. നമ്മൾ വലിയ മുതിർന്നാൽ നമ്മൾ ആരെയും കയ്യിലൊന്നും പിടിപ്പിക്കില്ല. ഒന്നെങ്കിൽ ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ കുറച്ച് പ്രായമായാലേ ഇതൊക്കെ ചെയ്യുകയുള്ളൂ അല്ലേ. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല. ആരെങ്കിലും കയ്യിൽ പിടിക്കാൻ വന്നാൽ പോലും നമുക്കൊരു നാണക്കേടാണ്. അയ്യോ എൻ്റെ കയ്യിൽ പിടിക്കുന്നു, അപ്പോൾ ആളുകൾ വിചാരിക്കും എനിക്ക് സുഖമില്ലെന്ന്, അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും എനിക്ക് പ്രായമായെന്ന്. ഇതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചെറിയ ചെറിയ ബന്ധനം പോലും ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ഇല്ലാണ്ടാക്കി തരികയാണ്. ഭഗവാനെ, ഞാൻ അങ്ങയുടെ മുന്നിൽ ഒരു കുട്ടിയാണ്, ദയവായി എൻ്റെ കൈ വന്ന് പിടിച്ചാലും എന്നുള്ള മനോഭാവം. അതാണ് ഗമയ. ഒന്നെങ്കിൽ അവർക്ക് തോന്നണം നമ്മുടെ കൈ പിടിക്കാൻ, അല്ലെ നമ്മൾ അങ്ങോട്ട് അഭ്യർത്ഥിക്കണം. ഇവിടെ അഭ്യർത്ഥനയാണ്, നമ്മൾ മാനസികമായോ ശാരീരികമായോ അഭ്യർത്ഥിക്കുകയാണ്. ഭഗവാനെ, എനിക്കറിയില്ല ഏതൊക്കെ അജ്ഞാനമാണ് എന്നോടൊപ്പം ഉള്ളത്, അത് മാറ്റിത്തരണേ. അതാണ് തമസോമ ജ്യോതിർഗ. അടുത്ത എന്തായിരിക്കും അപ്പം? മൃത്യോർമ അമൃതംഗമയ. ഇവിടെ നമ്മൾ മൃത്യു എന്നുള്ള വാക്കിൻ്റെയും അർത്ഥം കണ്ടു. മൃത്യു എന്ന് വെച്ചാൽ എന്താണ്? സംസാരം. ഈ സംസാരമാകുന്ന മഹാവ്യാമോഹത്തിൽ പെട്ടിരിക്കുകയാണ് ഞാൻ. നല്ല സുഖത്തിലിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എന്നെ എന്താണ്? അമൃതത്തിലേക്ക്, മോക്ഷത്തിലേക്ക് നയിക്കണമേ. അത് മാത്രമേ ശാശ്വതമായിട്ടുള്ളതുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ. എന്താണോ ഭഗവാൻ നാരായണനിൽ നിന്നും ബ്രഹ്മാവിൽ നിന്നും ശുഗമഹർഷിയിൽ നിന്നും പരമ്പര വഴി എനിക്ക് കിട്ടിയ ആ ജ്ഞാനം എനിക്കും നേടിയെടുക്കാൻ സാധിക്കണേ. ഇനി എനിക്ക് സംസാരം വേണ്ട, പുനർജന്മം ദുഃഖഹേതുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്ര സുഖത്തിൽപ്പെട്ടാലും ഞാൻ മനസ്സിലാക്കുന്നു ദുഃഖം. ഇന്നലെ ഇവിടെ ആശ്രമത്തിൽ ഏകാദശി ആയപ്പോൾ ഒരു മഹാത്മാവ് വന്ന്, ഇപ്പോൾ നമുക്കിവിടെ ഒരു ആസ്പത്രിയുണ്ട്, ഭൃഗു ആസ്പത്രി എന്ന് പറഞ്ഞ് ഭൃഗു മഹർഷിയുടെ പേരിലുള്ള ട്രസ്റ്റാണ്. ഇപ്പം അത് വിവേകാനന്ദക്കാർ ഏറ്റെടുത്ത് ഗംഗാജിയുടെ തീരത്ത് തന്നെ ഒരു ചെറിയ ക്ലിനിക്ക്, ഇവിടെ ആസ്പത്രി എന്നൊക്കെ പറഞ്ഞ ക്ലിനിക്ക്. ഇവിടെ ഒരു മഹാത്മാവ് സന്യാസം എടുത്തിരുന്നു കഴിഞ്ഞ ശിവരാത്രി. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് വേറൊരു നാട്ടിൽ നിന്ന് ഒരാൾ വന്ന്, അപ്പോൾ അദ്ദേഹം ഇന്നലെ ആശ്രമത്തിൽ, ഇന്നലെ നമുക്ക് ഗീതാപാരായണം ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിങ്ങനെ കഴിഞ്ഞ് ഭിക്ഷയ്ക്കായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാഹിയായിരുന്നു ഇന്നലത്തെ ഭക്ഷണമൊക്കെ. അപ്പോൾ ഇങ്ങനെ സ്വാമിജി വന്ന് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി, വലിയൊരാളാണ്, ആളാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടും. അപ്പോൾ ഇദ്ദേഹം ഇന്നലെ എന്ത് ചെയ്തു? എത്രയോ ലക്ഷം രൂപയുടെ പൈസ നമ്മുടെ ഈ ക്ലിനിക്കിന് വേണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഡൊണേറ്റ് ചെയ്യുകയാണ്. ഇത്ര 50 ലക്ഷമോ എത്രയോ ലക്ഷത്തിൻ്റെ ചെക്ക് കൊടുക്കുകയാണ്. വലിയൊരു തുകയാണെന്നേ സ്വാമിജി പറഞ്ഞുള്ളൂ, നമ്പരൊന്നും പറഞ്ഞില്ല. അപ്പം ഇങ്ങനെ പറയാം. അപ്പോൾ അദ്ദേഹത്തിനെ ആദരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ റോഡ് വികസനം വരികയാണ്. അപ്പോൾ നമ്മുടെ ആശ്രമമൊക്കെ പോകും. അപ്പോൾ അത് പൊളിച്ചിട്ട് വലിയ ആശുപത്രി പണിയാനായിട്ട് അപ്പോൾ അദ്ദേഹം ഡൊണേറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ടായിരുന്നു, അത് വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ പല നാടുകളിലും പോയി, അവസാനം അദ്ദേഹത്തിനോട് സംസാരിക്കാനായിട്ട് പറഞ്ഞ് അദ്ദേഹം സംസാരിക്കുന്ന സമയമെത്തി. അപ്പോൾ മനുഷ്യൻ പറയുക, എന്തോ ഒരു പേരാണ്, എന്തോ ഒരു മുഖർജിയാണ്, ബംഗാളിൽ നിന്ന് വന്നതാണ്, എന്തോ എനിക്ക് ഓർമ്മയില്ല, ജോഷ്യ എന്തോ അങ്ങനെ പറഞ്ഞു, ഒരു മുഖർജി എന്നാണ് അവസാനം. അപ്പോൾ അദ്ദേഹം സംസാരിക്കും, ഞാൻ പല നാടുകളിൽ ഇപ്പോൾ ഞാൻ കൽക്കട്ടയിൽ, അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ അദ്ദേഹത്തിൻ്റെ പൂർവികരായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സമ്പന്നരാണ്. അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും പോയി, വിദേശത്ത് പോയി, മറ്റു സ്ഥലങ്ങളിലും പോയി ഒരുപാട് സമ്പാദിച്ചു. അപ്പോൾ അദ്ദേഹം പറയും, ഞാൻ തൃപ്തനല്ല. ഈ ഒരു വാക്ക്
വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഒരുപാട് സമ്പാദ്യമുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞ പലയിടത്തും ആയിരുന്നു. ഇത്രയും നാൾ കുംഭമേളയിലായിരുന്നു. കുംഭമേള കഴിഞ്ഞ് കാശിയിൽ പോയി കുറച്ച് നാൾ വാരണാസിയിൽ നിന്നു. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇനിയും ചാർധാം തുറക്കുന്നവരെ ഇവിടെ ഉണ്ടാകും. നമ്മുടെ ആശ്രമത്തിൽ താമസിക്കാനുള്ള വ്യവസ്ഥയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഞാൻ അതൃപ്തനാണ്, ഇനി എനിക്ക് ഈ പണം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ദാനങ്ങൾ നടത്തി. ഒരുപാട് പണം കുംഭമേളയ്ക്ക് ഓരോ അഖാഡകൾക്കും കൊടുത്തു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി എനിക്ക് പണം ബാക്കിയാണ്. ഞാൻ എൻ്റെ ബന്ധുമിത്രാദികൾക്ക് കൊടുത്ത് അതിൽ നിന്ന് സുഖം കിട്ടുമെന്ന് അങ്ങനെ വിസ്തരിച്ച് അദ്ദേഹം ഒരു 3/4 മണിക്കൂർ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കഥകൾ, ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു, അമേരിക്കയിലായിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് കഥകൾ പറഞ്ഞു. വലിയ വിദ്യാസമ്പന്നനുമാണ്. എന്നിട്ട് അവസാനം പറഞ്ഞ വാക്കാണ്, 2-3 തവണ ആവർത്തിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പോയി. അതിനുശേഷം സ്വാമിജി സംസാരിച്ച് ഞങ്ങളോടായിരുന്നു. നമുക്കിങ്ങനെ ഭക്ഷണം, നമ്മൾ അന്നക്ഷേത്രത്തിൽ ഇങ്ങനെ താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ സ്വാമിജി സാധാരണ നമ്മൾ കഴിച്ചിട്ട് മൂപ്പര് കഴിക്കാൻ വരുന്നത്, ഇപ്രാവശ്യം എന്ത് ചെയ്ത് അപ്പം തന്നെ വന്ന്. അപ്പോൾ സ്വാമിജി പറയാം, അദ്ദേഹം സംസാരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ സ്വാമിജി ഇത് എടുത്തു പറഞ്ഞു, ആ അതൃപ്തി എന്നുള്ള വാക്ക് നിങ്ങൾ മറക്കരുത് എന്നുള്ളത്. അങ്ങനെ ഒരു ഡോക്ടറുടെ കഥയൊക്കെ ഇന്നലെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആത്മഹത്യ ചെയ്ത കഥയൊക്കെ. അങ്ങനെ സ്വാമിജി അത് പറഞ്ഞു. അപ്പോൾ ഇത് ഓർക്കുക, സംസാരം എന്നുള്ളത്. ഇപ്പം ജീവിതത്തിൽ ഉണ്ടായതായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിലും അത് ഓർക്കുക, ലോകത്തിലും അത് കാണുക. അതാണ് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഓരോ മനുഷ്യരിലും കാണുക. നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള ഒരു 10 വീടുകൾ എടുത്ത് നോക്കൂ. അവർ തൃപ്തരാണോ? ചിലപ്പോൾ സന്തോഷമായിരിക്കും. സന്തോഷവും തൃപ്തിയും രണ്ടും രണ്ടാണ്. തൃപ്തരാണോ എന്ന് ആത്മപരിശോധന നടത്തുക. തൃപ്തരല്ലെങ്കിൽ അതാണ് സംസാരം. അതിൽ നിന്ന് എന്നെ അമൃതത്വത്തിലേക്ക് നയിച്ചാലും അത് ഇവിടെ പറയുകയാണ്. ബാക്കി നമുക്ക് നാളെ കാണാം. ഇതൊന്നുകൂടെ ചൊല്ലാം, ഒരുമിച്ച് ചൊല്ലാം കേട്ടോ. ഓം അസധോമ. ഇത് ചൊല്ലുമ്പോൾ ഈ വാക്കുകൾ ദയവായിട്ട് ഓർക്കുക. എന്താണ് അസത്ത്, എന്താണ് ജ്യോതി, ഓർക്കാൻ സാധിക്കുന്നത് മാത്രം വെറുതെ ഓർക്കുക. ഓം അസധോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഇതി. ഓം അസധോമ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഇതി. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശർഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.